പ്രിയരെ, വചനം പറയുന്നു, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന്. ആരാണ് ആ നല്ല അയൽക്കാരൻ? നമ്മളാണോ? അതോ നമ്മുടെ അടുത്ത വീട്ടുകാരാണോ? അതോ എന്താണോ ദൈവം ഇതിൽ നിന്നും മനസ്സിലാക്കി തരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നല്ലൊരു അയൽക്കാരൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ജീവനുള്ളത് എന്തോ, അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ, അവരെ സംരക്ഷിക്കാനോ കരുതാനും നിങ്ങൾക്കൊരു മനസ്സുണ്ടോ? പലപ്പോഴും മനുഷ്യർ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ, നമ്മുടെ കുറവുകളെയൊക്കെ നമ്മൾ ന്യായീകരിക്കുവാനും അതിൽ ജയിച്ചു നിൽക്കുവാനും ആഗ്രഹിക്കും. നമ്മുടെ കുറവുകൾ മറ്റുള്ളവരും അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുപോലെയാണ് ഓരോരുത്തരും. പക്ഷെ എങ്ങനെയാണ് നമുക്കിതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നത്? ദൈവിക ഭാവം ഉൾക്കൊള്ളാതെ നമുക്കൊരിക്കലും ഇതിൽ നിന്നും ഒരു മോചനമില്ല പ്രിയരെ. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സാണ്, ആ ഭാവമാണ് നമുക്ക് നൽകുന്നത്. കർത്താവിന് ഒരാളെ പോലും കരുതാതെയും സ്നേഹിക്കാതെയും ഇരിക്കാൻ സാധ്യമല്ല. അതിനാൽ നമ്മളിലൂടെ പ്രതിഫലിക്കുന്ന ആ സവിശേഷമായ ഗുണങ്ങളാണ് ഇവയൊക്കെ. അതിനാൽ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ട് നമ്മൾ അവരെ മാറ്റി നിർത്തി വെറുക്കാതെ, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കുറവുകൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് പറഞ്ഞ പോലെ അവരെയും നമ്മുടെ മാറോട് ചേർത്ത് നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിലുള്ളൊരു ജീവിതം നയിച്ചു തുടങ്ങുന്നത്. വയനാട്ടിൽ നമ്മൾ കണ്ടു ആനക്കൂട്ടങ്ങൾ ഒരു കുടുംബത്തിന് കാവലായി നിന്നത്. അവർ ആ കുടുംബത്തിനെ സംരക്ഷിച്ചത് മാത്രമല്ല, അവർക്കും ഒരു സംരക്ഷണം എന്നുള്ള രീതിയിൽ നമ്മളെയും ആശ്രയിച്ചു എന്ന് പറയേണ്ടി വരും. അതിനാൽ പ്രിയരെ, സ്നേഹവും കരുതലും നമുക്ക് മുറുകെ പിടിക്കാം. Stay blessed.